കാട്ടുതീ കിളിക്കൊള്ളി പ്രൊമോ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ നിധിയും നികേഷും കൂടാണെങ്കിലും രാവിലെ ഓഫീസിൽ പോകാനും നമ്മളെ നികേഷ് കോളേജിൽ പോകാനൊക്കെ വേണ്ടി ബസ്സിനകത്ത് നിൽക്കും കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മളെ നീതുവിൻ്റെ ആങ്ങളെയും ഫ്രണ്ട്സും എല്ലാം കൂടെ വന്നിട്ട് ഇവരുമായിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളെ നിധിയെടുത്ത് പറയുന്നുണ്ട്, നീ എന്തുവാടി പറഞ്ഞത്, നിന്റെ വീടിനെ കുറിച്ച് അവിടെ ഭയങ്കര അതാ ഇതാന്നൊക്കെ പറഞ്ഞല്ലോ, നീ വന്നതിന് ശേഷം അവിടെ ഭയങ്കര മാറ്റം ഉണ്ടായെന്നൊക്കെ നീ പറഞ്ഞല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഒരു 80 വയസ്സായിരുന്ന ഒരു കിളവിത്തള്ള പോലും അവിടെ ആരെയും വിശ്വസിച്ച് അവിടെ പോയി ഒറ്റയ്ക്ക് നിൽക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനത്തെ ഉള്ളൊരു വീടിനെ കുറിച്ചാണോ നീ ഇത്രയ്ക്ക് നല്ല പുണ്യം പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മളെ നിധി പറയുന്നുണ്ട്, നീ എന്താണ് എൻ്റെ വീടിനെയും വീട്ടിലുള്ളവരെ കുറിച്ചൊക്കെ പറയുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ രാവും പകലും ഒറ്റയ്ക്ക് വേണമെങ്കിൽ ആ വീട്ടിൽ അവിടെയുള്ളവരെയൊക്കെ വിശ്വസിച്ച് അവിടെ നിൽക്കാതെ അവനൊന്നും ഒരു പ്രശ്നമില്ല എന്നൊക്കെ നമ്മളെ നിധിയാണെങ്കിൽ തിരിച്ചടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവസാനം പിന്നെ നമ്മളെ നികേഷ് അവിടെ നിധിയെക്കുറിച്ച് ഓരോന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് നമ്മളെ നികേഷിനാണെങ്കിൽ ദേഷ്യം വന്നിട്ടാണെങ്കിൽ നികേഷാണെങ്കിൽ തിരിച്ച് അങ്ങോട്ട് നീതുവിൻ്റെ ചേട്ടനുമായിട്ടൊക്കെ വഴക്കൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളെ നികേഷിനെ പിടിച്ച് അവൻ തള്ളുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ ഇവരാകെ ഷോക്കായിട്ട് നമ്മളെ നിധിയും നികേഷും കൂടെ നിൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഇവരിത് ചെന്ന് നമ്മളെ സുധീഷിൻ്റെ അടുത്തും ഹരീഷിൻ്റെ അടുത്തൊക്കെ ഇനി പറയുമോ എന്നറിയത്തില്ല. കാര്യം ആ രീതിയിൽ അവർ നമ്മളെ നിധിയെ മോശമായിട്ടൊക്കെ അവർ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രൊമോ റിവ്യൂ ആയിട്ടൊക്കെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.